ഇന്ന് ഓരോ വീടുകളിൽ കയറിയിട്ട് ചോദിച്ചു നോക്കണം, തമാശക്കെങ്കിലും നിന്റെ ഭർത്താവ് തൊലാക്കിയിലിട്ടുണ്ട്? ഉണ്ട് ഉസ്താദേ, എത്ര തവണ. മൂപ്പര് വാട്ടീസ് അടിച്ചാ പിന്നെ ഇത് തന്നെ പറച്ചില്. അങ്ങനെയാണെങ്കിൽ എത്ര കുടുംബങ്ങളിൽ വ്യഭിചാരം നടക്കുന്നുണ്ട്? വ്യഭിചാരം നടക്കുന്നുണ്ട്. ഖിയാമത്ത് കേട്ടോ, ഖിയാമത്ത് നാളിന്റെ അടയാളം കസറത്തു സിന, വ്യഭിചാരം അധികരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വ്യഭിചാരശാലകൾ അധികരിക്കുക എന്നല്ല എന്റെ അർത്ഥം. എല്ലാ സ്ത്രീകളും വ്യഭിചരിക്കാൻ പോകുന്നു എന്നല്ല എന്റെ അർത്ഥം. സ്വന്തം ഭർത്താവുമായിട്ട് വ്യഭിചരിക്കും, സ്വന്തം ഭർത്താവുമായിട്ട് വ്യഭിചരിക്കും. അതാണ് ലോകാവസാനത്തിന്റെ അടയാളം. കാരണം എന്താണെന്നറിയോ? ആ അൻവരി ഉസ്താദിനൊക്കെ അത് കൃത്യമായി മനസ്സിലാവും. ഈ കസറത്തു സിന എന്ന് പറയുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്കെന്താന്നറിയോ? എന്താ? ഇൽമ് ഉയർത്തപ്പെടുക, വിവരം കുറഞ്ഞു വരിക എന്നാണ്. വിവരം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് വ്യഭിചാരം അധികരിക്കുക എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നുള്ള വിവരം നഷ്ടപ്പെടുക. നഷ്ടപ്പെട്ട പിന്നെ ആ ഭാര്യയും ഭർത്താവും വ്യഭിചാരികളായി മാറും. എങ്ങനെ? കള്ളം കുടിച്ചോണ്ട് വന്നിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി നിന്നെ ഞാൻ ഒരു തൊലാക്കിയില്ലേ, 2 തൊലാക്കിയില്ലേ, 3 തൊലാക്കിയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് നിന്റെ അന്യതായി. നേരം വെളുത്തപ്പോ എടി പിടുത്തമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ